ഐതിഹ്യമാല അധ്യായം 33. നാലേക്കാട്ട് പിള്ളമാർ. നാലേക്കാട്ട് കുടുംബക്കാർ ഒന്നാന്തരം വൈശവ പിള്ളമാരാണ്. ഇവരുടെ പൂർവ്വ കുടുംബം പാണ്ടിയിൽ നാങ്കൊന്നേരിക്ക് സമീപം വിജയനാരായണപുരം എന്ന സ്ഥലത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് തിരുവിതാംകൂറിൽ തിരുവല്ലയ്ക്ക് സമീപം കുട്ടമ്പേരൂർ എന്ന ദേശത്താണ്. ആ കുടുംബക്കാർ പലതും കൊണ്ട് യോഗ്യന്മാരായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അവർ സത്യവാന്മാരും പഠിപ്പും കാര്യശേഷിയുമുള്ളവരും കണക്കു വിഷയത്തിൽ അതിസമർത്ഥന്മാരുമായിരുന്നു. ആ കുടുംബം വളരെ നാളായിട്ട് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ പ്രത്യേക കരുണയ്ക്ക് പാത്രീഭവിച്ചുകൊണ്ടാണ് വർത്തിക്കുന്നത്. ഇപ്രകാരം ശ്രേഷ്ഠവും പ്രസിദ്ധവുമായ ആ കുടുംബത്തിന്റെ മുൻപുണ്ടായിരുന്ന 3 മഹാന്മാരെ പറ്റിയാണ് ഇവിടെ പറയുവാൻ ഭാവിക്കുന്നത്. 1. യോഗീശ്വരൻ. യോഗീശ്വരന്റെ ജനനം കൊല്ലം 719 ആണ്ട് വിജയനാരായണപുരം എന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അദ്ദേഹം സാമാന്യ വിദ്യാഭ്യാസാനന്തരം യോഗശാസ്ത്രം പഠിച്ചും പരീക്ഷിച്ചും ക്രമേണ ഒരു മഹായോഗിയായി തീർന്നു. അതിനിടയ്ക്ക് അദ്ദേഹം 2 വിവാഹം ചെയ്യുകയും ചില സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ യോഗി ഒരിക്കൽ തിരുവനന്തപുരത്ത് വരികയും മഹാരാജാവിനെ മുഖം കാണിക്കുകയും അവിടുന്ന് യോഗിയെ യഥായോഗ്യം സൽക്കരിക്കുകയും പ്രത്യേകം സ്ഥലം കൽപ്പിച്ചു കൊടുത്ത് താമസിപ്പിക്കുകയും ചെയ്തു. മുഖം കാണിച്ച സമയം പ്രസംഗവശാൽ യോഗിക്ക് ഭക്ഷണം എന്താണ് പതിവ് എന്നുകൂടി കൽപ്പിച്ചു ചോദിച്ചു. പാലും പഴവും മാത്രമേ പതിവുള്ളൂ എന്ന യോഗി തിരുമനസിനെ അറിയിക്കുകയും യോഗി താമസിക്കുന്ന സ്ഥലത്ത് ആവശ്യമുള്ള പാലും പഴവും കൊണ്ടുചെന്ന് കൊടുക്കുന്നതിന് കൽപ്പിച്ച് ചട്ടം കിട്ടുകയും ചെയ്തു. കൽപ്പന പ്രകാരം ഒരാൾ 3 ഇടങ്ങഴി പാലും 30 പഴവും യോഗി താമസിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുചെന്ന് കൊടുത്തു. ഒരാൾക്ക് ഇത്രയും പാലും പഴവും വേണ്ടി വരികയില്ലെന്നും എങ്കിലും ധാരാളം കൊടുക്കണമെന്നുമാണല്ലോ കൽപ്പന. അതുകൊണ്ട് ഇത്രയും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ആ മനുഷ്യൻ അത്രയും പാലും പഴവും കൊണ്ടുചെന്നത്. അത് കണ്ട് യോഗി എത്ര പാലുണ്ട് എന്ന് ചോദിച്ചു. അത് കൊണ്ടുചെന്നയാൾ 3 ഇടങ്ങഴിയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് യോഗി 3 ഇടങ്ങഴി പാൽ എൻ്റെ ആസനത്തിൽ ഒഴിക്കുവാൻ തികയുകയില്ലല്ലോ എന്ന് പുച്ഛസ്വരത്തോടെ പറഞ്ഞു. മറ്റേയാൾ അതിന് ഉത്തരമായി ഒന്നും മിണ്ടാതെ പോവുകയും ചെയ്തു. മേൽപ്പറഞ്ഞ പ്രകാരം യോഗി പറഞ്ഞ വിവരം എങ്ങനെയോ മഹാരാജാവ് കൽപ്പിച്ചറിഞ്ഞു. പിറ്റേ ദിവസം യോഗി കൊട്ടാരത്തിൽ ചെല്ലണമെന്ന് കൽപ്പിച്ചിരുന്നതിനാൽ യോഗി ചെല്ലുന്നതിന് മുമ്പായി 30 പറ പാലും 3000 പഴവും കൽപ്പിച്ച് കൊട്ടാരത്തിൽ വരുത്തി വെച്ചു. യോഗി ചെന്ന് മുഖം കാണിച്ചപ്പോൾ ആസനത്തിൽ കൂടി പാൽ കുടിക്കാറുണ്ടോ എന്ന് കൽപ്പന ചോദിച്ചു. യോഗി അതിന് മറുപടിയായി ആവശ്യപ്പെട്ടാൽ അതുമാവാമെന്ന് തിരുമനസിനെ അറിയിച്ചു. എന്നാൽ അതൊന്ന് കാണണമെന്ന് കൽപ്പിക്കുകയും ഒരു വലിയ വാർപ്പിനകത്ത് 30 പറ പാലും അതിനടുക്കൽ 3000 പഴവും അവിടെ ഹാജരാക്കി വെച്ചു. ഉടനെ യോഗി ആ വാർപ്പിൽ ഇറങ്ങിയിരുന്ന് കൈ നീട്ടി. യോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പഴന്തൊലി കളഞ്ഞ് കയ്യിൽ കൊടുത്തുകൊണ്ടേയിരുന്നു. യോഗി അത് വാങ്ങി ഭക്ഷിച്ചു തുടങ്ങുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ പഴം മുഴുവനും തീർന്നു. അപ്പോഴേക്കും ആ പാൽ മുഴുവൻ യോഗിയുടെ അകത്തായി. അത് കണ്ട് മഹാരാജാവ് ഏറ്റവും വിസ്മയത്തോടുകൂടി ഇദ്ദേഹം കേവലം ഒരു യോഗിയല്ല, ഒരു യോഗീശ്വരൻ തന്നെയാണ് എന്ന് കൽപ്പിച്ചു. അന്നു മുതൽ അദ്ദേഹത്തെ എല്ലാവരും യോഗീശ്വരൻ എന്ന് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. യോഗീശ്വരൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലത്ത് പ്രതിദിനം രാവിലെ കരമനയാറ്റിൽ പോയി കുളിക്കുകയും കുടൽ പുറത്തിറക്കി കഴുകി ശുദ്ധീകരിക്കുകയും മെതിയടിയിട്ടുകൊണ്ട് വെള്ളത്തിന്റെ മീതെ നടക്കുകയും മറ്റും ചെയ്തിരുന്നതായി കേൾവിയുണ്ട്. എല്ലാം കൊണ്ടും അദ്ദേഹം ദിവ്യനായ യോഗീശ്വരനായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. യോഗീശ്വരൻ ശുചീന്ദ്രത്തും മരുത്വാൻ മലയിലുമായി വളരെ കാലം താമസിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചും പലതും കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിന് നല്ല തൃപ്തി വരികയാൽ ഒടുക്കം അദ്ദേഹം കേവലം വിരക്തനായി തീർന്നു. യോഗീശ്വരനായിരുന്ന അദ്ദേഹത്തിന് രോഗപീഡയോ വർഷപരാതിഥികളോ ദുസ്സഹത്വമോ ഉണ്ടായിരുന്നതേ ഇല്ലെന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ. എങ്കിലും ഭൂലോകവാസത്തിൽ തൃപ്തി വരികയാൽ ഒടുക്കം അദ്ദേഹത്തെ ദേഹം ഉപേക്ഷിച്ച് കളയാമെന്ന് തന്നെ നിശ്ചയിച്ചു. ഇപ്രകാരമുള്ള യോഗീശ്വരന്മാർക്ക് മരണം സ്വയമത്തമാണല്ലോ. അവർക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കുന്നതിനും യാതൊരു പ്രയാസവുമില്ല. കേരള ഭൂമി പരശുരാമനാൽ ബ്രാഹ്മണർക്ക് ആയം കൊണ്ട് ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാകയാൽ അവിടെ വെച്ചുള്ള ദൈവീയ യോഗം വിഹിതമല്ലെന്ന് നിശ്ചയിച്ചിട്ട് അദ്ദേഹം പാണ്ടിയിൽ കരിങ്കുളം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം 936 ആണ്ട് തുലാമാസത്തിൽ 217 വയസ്സിൽ ഒരു ദിവസം പതിവ് പോലെ ശിവപൂജ കഴിക്കുകയും അതിൻ്റെ അവസാനത്തിൽ സമാധിയിലിരുന്നു കൊണ്ട് ആത്മാവിനെ പരമാത്മാവെങ്കിൽ ലയിപ്പിക്കുകയും ചെയ്തു.
യോഗീശ്വരൻ കരിങ്കുളത്ത് സമാധിയിലിരുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ വംശജർ ഒരമ്പലം പണിയിച്ച് അദ്ദേഹത്തിന്റെ വിഗ്രഹം പ്രതിഷ്ഠിപ്പിക്കുകയും അവിടെ വിളക്കുവെപ്പ്, പൂജ മുതലായവ നടത്തുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. നാലേക്കാട്ട് കുടുംബക്കാർ ഇപ്പോഴും ചില സമയങ്ങളിൽ അവിടെ പോവുകയും പൂജാദികൾ നടത്തി വന്ദിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. 2. യോഗീശ്വരൻ രാമൻപിള്ള. സാക്ഷാൽ യോഗീശ്വരന്റെ പ്രഥമ ഭാര്യയിൽ അദ്ദേഹത്തിനുണ്ടായ പ്രഥമ പുത്രനെയാണ് യോഗീശ്വരൻ രാമൻപിള്ള എന്നാണ് സാധാരണയായി പറഞ്ഞു വരുന്നത്. ചിലർ അദ്ദേഹത്തെ വരരാമയോഗി എന്നും പറഞ്ഞു വരുന്നു. അദ്ദേഹത്തിന്റെ ജനനസ്ഥലവും വിജയനാരായണപുരം തന്നെയായിരുന്നു. അദ്ദേഹം ജനിച്ചത് കൊല്ലം 900 ആണ്ടായിരുന്നു. യോഗീശ്വരൻ രാമൻപിള്ള ഒരു തമിഴ് പണ്ഡിതനും തമിഴ് കവിയുമായിരുന്നു. അദ്ദേഹം തമിഴിൽ അനേകം കൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയെല്ലാം എഴുതിയിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങൾ നാലേക്കെട്ട് ഗ്രഹത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. യോഗീശ്വരൻ രാമൻപിള്ള അദ്ദേഹത്തിന്റെ അച്ഛനോടുകൂടി ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ വന്നു ചേർന്നു. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പരിചയവും മഹാരാജാവ് തിരുമനസിലെ കാരുണ്യവും സിദ്ധിക്കുവാൻ ഇടയായതുകൊണ്ട് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ സർക്കാർ ജീവനം ലഭിക്കുന്നതിനും സംഗതിയായി. അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചത് മാവേലിക്കര, തിരുവല്ല മുതലായ സ്ഥലങ്ങളിൽ ദേവസ്വം കണക്കെഴുത്താണ്. അതിൽ നിന്നും കയറ്റം കിട്ടി ഒടുക്കം അദ്ദേഹത്തിന് വലിയ മേലെഴുത്തുദ്യോഗം ലഭിച്ചു. യോഗീശ്വരൻ രാമൻപിള്ള വലിയ മേലെഴുത്തു പിള്ളയായിരുന്ന കാലത്ത് കുട്ടമ്പേരൂർ നാലേക്കേട്ട് നായർ അന്യം നിൽക്കുന്ന ആ നായരുടെ സകല സ്വത്തുക്കളും ഇദ്ദേഹത്തിനായി ഇനാമായി കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ യോഗീശ്വരൻ രാമൻപിള്ള ആ നായരുടെ വീടിനരുന്ന സ്ഥലത്ത് പുതുതായ ഒരു ഭവനം പണിയിക്കുകയും സ്വദേശമായ വിജയനാരായണപുരത്തിൽ നിന്ന് ഉമയാൾ പാർവതി എന്നൊരു സ്വജാത സ്ത്രീയെ വിവാഹം ചെയ്ത് അവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇപ്രകാരമാണ് അവർക്ക് മലയാളത്തിൽ ഒരു കുടുംബം ഉണ്ടാവുകയും അവർ നാലേക്കെട്ട് പിള്ളന്മാരായി തീരുകയും ചെയ്തത്. വിവാഹം ചെയ്തതിനു ശേഷം വളരെ കാലത്തേക്ക് യോഗീശ്വരൻ രാമൻപിള്ളയ്ക്ക് സന്താനമുണ്ടാകാതിരുന്നു. ഭാര്യയ്ക്ക് കൂടെ ഗർഭമുണ്ടാവുകയും അത് 4-5 മാസമാകുമ്പോൾ അലസിപ്പോവുകയുമാണ് ചെയ്യുന്നത്. അതിനായി പല ചികിത്സകൾ ചെയ്തിട്ടും ഒരു ഫലവും കാണായികയാൽ അതിന്റെ കാരണം അറിയുന്നതിനായി യോഗീശ്വരൻ രാമൻപിള്ള പാഴൂർ പടിപ്പരയിൽ പോയി പ്രശ്നം വെപ്പിച്ച് നോക്കുകയും ആ സ്ത്രീയുടെ ദേഹത്തിൽ ഗന്ധർവൻ ബാധിച്ചിട്ടുണ്ടെന്നും ആ ഗന്ധർവന്റെ ഉപദ്രവം നിമിത്തമാണ് ഗർഭം അലസിപ്പോകുന്നതെന്നും ആ ഗന്ധർവനെ ഒഴിച്ചാലല്ലാതെ സന്താനം ഉണ്ടാവുകയില്ലെന്നും പ്രശ്നവിധി ഉണ്ടാവുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം പല മന്ത്രവാദികളെ വരുത്തി മന്ത്രവാദങ്ങൾ ചെയ്യിപ്പിച്ചു. ആര് വിചാരിച്ചിട്ടും ആ ഗന്ധർവനെ ഒഴിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ചെങ്ങന്നൂർ തേവലശ്ശേരിത്താൻ എന്നൊരു വലിയ മന്ത്രവാദി ഉണ്ടായിരുന്നു. ഒടുക്കം യോഗീശ്വരൻ രാമൻപിള്ള ആ മന്ത്രവാദി വരുന്നതിനാളയച്ചു. 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് തേവല്ലശ്ശേരിത്താൻ മറുപടി പറഞ്ഞയക്കുകയും ചെയ്തു. പറഞ്ഞിരുന്ന ദിവസം വെളുപ്പാൻ കാലത്ത് തേവല്ലശ്ശേരിത്താൻ ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. കുട്ടമ്പേരൂർ സമീപമായപ്പോൾ നേരം വെളുത്തു. അന്ന് രാവിലെ കുളിയും ചില ജപങ്ങളുമൊക്കെ പതിവുണ്ടായിരുന്നതിനാൽ വഴിക്ക് കണ്ടതായ ഒരു അമ്പലക്കുളത്തിലിറങ്ങി അദ്ദേഹം കുളിക്കുകയും അപ്പോഴേക്കും കുറേശ്ശെ ഇളവയിലും വന്നു തുടങ്ങുകയാൽ 2-ാം മുണ്ട് കൗബീനവുമായി ഉടുത്തുകൊണ്ട് കൗബീനവും ഒന്നും മുണ്ട് നനച്ചു പിഴിഞ്ഞ് കുളിപ്പുരയുടെ മുകളിൽ വരച്ചിട്ട് അദ്ദേഹം കുളിപ്പുരയിൽ ജപം തുടങ്ങുകയും ചെയ്തു. ആ സ്ഥലത്തൊരു വലിയ കാവും കൂട്ടവും അവിടെ അസംഖ്യം കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. മന്ത്രവാദി കണ്ണുമടച്ച് മൂക്കും പിടിച്ച് ജപിച്ചുകൊണ്ടിരുന്ന സമയം ഒരു വാനരത്തിനിറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ കൗബീനവും എടുത്തു കൊണ്ടുപോയി. ജപം കഴിഞ്ഞ് യാത്രയായി നോക്കിയപ്പോൾ കൗബീനം ഇട്ടിരുന്ന സ്ഥലത്ത് കണ്ടില്ല. അതൊരു വാനരനെടുത്തുകൊണ്ട് ഒരു വലിയ മരത്തിന്റെ അഗ്രഭാഗത്ത് ചെന്നിരിക്കുന്നതായി കണ്ടു. എടാ ദ്രോഹികളെ, നിങ്ങൾ എന്നെ പറ്റിച്ചുവോ? എന്നാൽ ഞാൻ നിങ്ങളെയും ഒന്നും പറ്റിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് താൻ ഒരു മന്ത്രം ജപിച്ച് ആ വാനരത്താന്മാരെ എല്ലാം മനസ്സുകൊണ്ട് ആകർഷിച്ചുകൊണ്ട് മുണ്ടുമെടുത്ത് യാത്രയായി. ആകർഷണ ശക്തി കൊണ്ട് വാനരത്താന്മാരെല്ലാം തൻ്റെ പിന്നാലെ കൂടി. അതിലൊരു വാനരത്താൻ്റെ കയ്യിൽ ആ കൗബീനവും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം നാലേക്കാട്ടിലെത്തി. അദ്ദേഹത്തെ കണ്ടയുടനെ യോഗീശ്വരൻ രാമൻപിള്ള ആസന സൽക്കാരണം ചെയ്തിരുത്തി കുശല പ്രശ്നം ചെയ്തു. അപ്പോഴേക്കും വാനരത്തന്മാരെയും കൊണ്ട് നാലേക്കെട്ടുമുറ്റം നിറഞ്ഞു. അത് കണ്ടിട്ട് യോഗീശ്വരൻ രാമൻപിള്ള ഇതെന്തൊരു വിദ്യയാണ്, ഈ കുരങ്ങന്മാരൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ആരാണ്, എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി, ഞാൻ ഈ കള്ളന്മാർ നമ്മുടെ കൗബീനം മോഷ്ടിച്ചു, അതിനാൽ അവരെ ഞാൻ ബന്ധിച്ചു കൊണ്ടുപോകുന്നിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ നോക്കിയതിന് അവരും കുറച്ച് ബുദ്ധിമുട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ മേഴത്തുപിള്ള, സാധുക്കൾ അവരെ വിട്ടയച്ചേക്കണമെന്ന് പറഞ്ഞു. ഉടനെ താൻ ഒരു മന്ത്രം ജപിച്ച് മനസ്സുകൊണ്ട് ഉച്ചാരണം ചെയ്തിട്ട് ആ കൗബീനം അവിടെ ഇട്ടിട്ട് പോവുമെന്ന് പറഞ്ഞു. അപ്രകാരം ആ കുരങ്ങന്മാരെല്ലാം പോവുകയും ചെയ്തു.
ഇത് കണ്ട് യോഗീശ്വരൻ രാമൻപിള്ള വളരെ വിസ്മയിക്കുകയും തേവശേരി താൻ ഒട്ടും ചില്ലറക്കാരനല്ലെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും ഒന്നുകൂടി പരീക്ഷണിക്കുമെന്ന് നിശ്ചയിച്ചിട്ട് നിങ്ങൾ ഇവിടെ വരുന്നതിന് ഞാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം മനസ്സിലായിരിക്കുമല്ലോ. ഞാൻ അനേകം മന്ത്രവാദികളെയും വൈദ്യന്മാരെയും ഇവിടെ വരുത്തുകയും അവർ പഠിച്ചതെല്ലാം പ്രയോഗിച്ച് നോക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഒട്ടുവരെ പണം ചെലവായതല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടായില്ല. ഇനി നിങ്ങളെ കൊണ്ടുകൂടി കഴിയുന്നതൊക്കെ ചെയ്യിച്ചു നോക്കുകയും അതുകൊണ്ട് ഫലമുണ്ടാക്കാത്ത പക്ഷം ഈ ശ്രമവും ആഗ്രഹവും വേണ്ടെന്ന് വെക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വയസ്സ് ഏകദേശം 60ഓളമായിരിക്കുന്നു. ഇനിയും സന്തതി ഉണ്ടാകാത്ത പക്ഷം പിന്നെ അതിനെക്കുറിച്ച് ആഗ്രഹിക്കണമെന്നില്ലല്ലോ. ഈ പുരാതന വംശം എൻ്റെ കാലത്ത് നശിച്ചു എന്ന് വരാതിരിക്കുവാനായി ഒരു പുത്രസന്താനമെങ്കിലും ഉണ്ടായാൽ കൊള്ളാമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. മരിച്ചാൽ ശേഷക്രിയയെങ്കിലും ചെയ്യുവാൻ ആരെങ്കിലും വേണ്ടേ? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറപ്പെടാതെയായി. ഗംഭീര മാനസനും ധൈര്യശാലിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പാരാവശ്യം കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം കരഞ്ഞുപോയി. മന്ത്രവാദിയുടെ കണ്ണിലും വെള്ളം നിറഞ്ഞു. അദ്ദേഹം ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തി ഉറപ്പിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു തുടങ്ങി. അപുത്രസ്യേ കുതോ മുക്തി എന്നാണല്ലോ മഹത്വചനം. അതിനാൽ എൻ്റെ ആഗ്രഹസിദ്ധിക്കായി നിങ്ങൾ വേണ്ടുന്നതിനെ മനസ്സിരുത്തി ചെയ്യണം. ഈ ഗന്ധർവൻ ഒഴിഞ്ഞുപോയാൽ സന്താനമുണ്ടാകുമെന്നാണ് പ്രശ്നം വെച്ചാൽ കണ്ടിരിക്കുന്നത്. അതിനാൽ അതിനായിട്ടാണ് നിങ്ങളെ പ്രധാനമായി നോക്കേണ്ടത്. എനിക്കെൻ്റെ അനുഭവം കൊണ്ട് മന്ത്രവാദികളെക്കുറിച്ച് ആകപ്പാടെ വിശ്വാസം വളരെ കുറവായിരിക്കുന്നു. എന്നാൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഈ ഗന്ധർവനെ ഒഴിച്ചുവിടുവാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിലും എൻ്റെ മനസ്സിന് കുറച്ചുകൂടി ഉറപ്പ് വരുവാനായി നിങ്ങൾ ആദ്യമേ ഒരു കാര്യം ചെയ്യണം. എന്തെന്നാൽ ഈ തൊഴുത്തിൻ്റെ പുറത്ത് പടർന്നു കിടക്കുന്ന മത്തവള്ളി ആകർഷിച്ച് താഴെ ഇറക്കുകയും ഉച്ചാടനം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ പ്രകൃത കാര്യത്തിന് വട്ടം കൂടിയിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ തയ്യാറാക്കി തരാം. അത് കേട്ട് തേവലശ്ശേരിത്താൻ ഗുരുകടാക്ഷവും പരദേവതമാരുടെ കാരുണ്യവും കൊണ്ട് ഈ ഗന്ധർവന്റെ ഉപദ്രവവും ഒഴിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ കുടുംബം അത്ര സുഹൃതം ക്ഷയിച്ചിട്ടില്ല എന്ന് കേൾവി കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും അവിടുത്തെ ഭാഗ്യം കൊണ്ടും അവിടേക്ക് സന്തതി ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേരിൽ അവിടേക്ക് വിശ്വാസം ഉണ്ടാകുന്നതിനായി അവിടുന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തി തരാം. പിന്നെ ഗന്ധർവനെ ഒഴിവാക്കുന്നതിന് വിശേഷിച്ചൊന്നും വട്ടം കൂട്ടേണ്ടതായിട്ടില്ല. അസ്തമിച്ച 7:30 നാഴിക രാത്രിയാകുന്നതുവരെ ക്ഷമിക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ വേണ്ടതൊക്കെ അപ്പോൾ ഞാൻ പറയും. ഇത്രയും പറയുകയും തൊഴുത്തിൻ്റെ നേരെ മണ്ടയിലുണ്ടായിരുന്ന ആ നിറച്ച കായും പൂവും ഉണ്ടായിരുന്ന അതിനെ നേരത്തെ താഴെ ഇറക്കി കാണിക്കുകയും ചെയ്തു. എന്നിട്ട് മന്ത്രം ജപിച്ച് മനസ്സുകൊണ്ട് ആകർഷിച്ച് താഴെ ഇറക്കിയിട്ട് അത്ഭുതപരവശനായ യോഗീശ്വരൻ രാമൻപിള്ള ഇപ്രകാരം ചെയ്യണമെന്ന് താൻ പറഞ്ഞത് അവിടുത്തെ പേരിൽ എനിക്ക് അവിശ്വാസമുണ്ടായിട്ടല്ല. ഈ അത്ഭുതകർമ്മം കാണുവാനുള്ള ആഗ്രഹം കൊണ്ടും ഈ വക വിദ്യകൾ കാണിക്കുന്നതിനുള്ള ശക്തന്മാരായ മന്ത്രിമാന്മാർ ഇപ്പോഴും ചുരുക്കന്മാരായാലും പറഞ്ഞുപോയി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. താൻ മറ്റൊരു മന്ത്രം ജപിച്ച് മനസ്സുകൊണ്ട് തന്നെ ഉച്ചാരണം ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുകയും അതിനെ ചെയ്തു. യഥാരൂപം തൊഴുത്തിൻ്റെ മുകളിൽ പടർന്നു കിടപ്പായത് കണ്ടപ്പോൾ യോഗീശ്വരൻ രാമൻപിള്ളയുടെ മനസ്സിൽ വിസ്മയം ശതഗുണീഭവിച്ചു എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അന്ന് അസ്തമിച്ച 7:30 നാഴിക കഴിഞ്ഞപ്പോൾ തേവലശ്ശേരി താൻ മന്ത്രവാദം അനുവരിച്ചു. അദ്ദേഹം ഭസ്മം കൊണ്ട് ഷൾഗോണമായ ഒരു ചക്രം വരച്ച് അതിൽ ഉമയാൾ പാർവതി അമ്മയെ ഇരുത്തി ഭസ്മം ജപിച്ച് അവരുടെ ദേഹത്തിൽ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 3/4 നാഴിക കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തുള്ളിത്തുള്ളി ചാടി. അപ്പോൾ താൻ ഈ ദേഹത്തിന്മേൽ ആരാണ് വന്നിരിക്കുന്നത്, എന്തിനായിട്ടാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്, കൂടുവാൻ കാരണം എന്താണ് എന്നുള്ളതെല്ലാം പറയണമെന്ന് പറഞ്ഞു. ഉടനെ സ്ത്രീ ഗന്ധർവന്റെ നിലയിൽ താഴെ വരുന്ന പ്രകാരം പറഞ്ഞു തുടങ്ങി. ഞാൻ ആരാണെന്നുള്ളത് പ്രശ്നവശാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ബാധിച്ചിട്ടുള്ളതാണ്. ഈ സ്ത്രീയെ ഉപദ്രവിക്കണമെന്നുള്ള വിചാരം എനിക്ക് ലവലേശം പോലുമില്ല. ഞാൻ യാതൊരു ഉപദ്രവവും ചെയ്യുന്നുമില്ല. എന്നാൽ ഈ സ്ത്രീ ഭർത്തൃ സഹവാസം ചെയ്യുന്നത് എനിക്ക് ഒട്ടും സന്തോഷകരമെന്നല്ല, മഹാവിരോധവുമാണ്. അതിനാൽ ഈ പുരുഷനിൽ നിന്ന് സന്താനമുണ്ടാകുന്നതിന് ഞാൻ സമ്മതിക്കുകയുമില്ല. വേറെ യാതൊരു ഉപദ്രവവും ഞാൻ ചെയ്യുകയുമില്ല. ഈ സ്ത്രീയുടെ ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കാര്യം എനിക്ക് വളരെ സങ്കടമായിട്ടുള്ളതാണ്. അതിനാൽ ഒരു കാര്യം മാത്രം എന്നോട് നിർബന്ധിക്കരുത്. ഇല്ല, അങ്ങനെ നിർബന്ധവുമില്ല. ഈ ദേഹത്തിന് ഉപദ്രവമൊന്നും ഉണ്ടായിരിക്കരുത്. ഇവിടെ സന്തതി ഉണ്ടാവുകയും വേണം. അത്രമാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗന്ധർവൻ പറഞ്ഞു. ഞാൻ ഈ ദേഹത്തിലുള്ള കാലം സന്തതി ഉണ്ടാവുക അസാധ്യം തന്നെയാണ്. അപ്പോൾ ആശാൻ പറഞ്ഞു, എന്നാൽ ഒഴിഞ്ഞു പോവുക തന്നെ വേണം. അത് സങ്കടമാണ്. പോകാതിരിക്കുന്നത് ഞങ്ങൾക്കും സങ്കടമാണ്. എന്തു ചെയ്യാം, അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. എന്തായാലും ഞാൻ ഒഴിഞ്ഞു പോവുകയില്ല. പോയില്ലെങ്കിൽ ഞാൻ അയക്കും. അതുകൂടാതെ ഒഴിഞ്ഞു പോയിക്കൊള്ളുകയാണ് നല്ലത്. എന്നെ ഒഴിച്ചു വിടുമെന്നോ? അത് അസാധ്യമാണ്.
അങ്ങ് തന്നെ ഒഴിഞ്ഞു പോയിക്കൊള്ളുക തന്നെയാണ് നല്ലത്. എന്നാൽ ഉള്ള മാനം കളയാതിരിക്കാം. ഇതുവരെ എന്നെ ഒഴിവാക്കാൻ വന്നവരെ പോലെ അല്ല അങ്ങെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പ് വന്നവരെയെല്ലാം വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് മിണ്ടിക്കുവാൻ പോലും കഴിഞ്ഞില്ല. അങ്ങ് കുറിച്ച് പഠിത്തമുള്ള ആളായതിനാൽ ഒരു മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ അങ്ങയെ അപമാനിച്ചു വിടും. ഇത്രയും പറഞ്ഞ ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റു. ഉടൻ താൻ മുൻകൂട്ടി കരുതി അടുക്കൽ വെച്ചിരുന്ന കയറെടുത്ത് പിടിച്ച് ഒരു മന്ത്രം ജപിച്ച് ഒരു കെട്ടി. ഉടനെ ആ സ്ത്രീ അയ്യോ എന്ന് പറഞ്ഞ് 2 കൈകളും കൂട്ടിപ്പിടിച്ച് കെട്ടിയ വിടകം ചോർത്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. സ്ത്രീ എണീറ്റത് മന്ത്രവാദിയുടെ ചെകിട്ട് തടിക്കുവാനായിട്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മന്ത്രം ജപിച്ച് ബന്ധിച്ചതിനാലാണ് സ്ത്രീ അവിടെ ഇരുന്നത്. ബന്ധനം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് കയ്യും കാലും ഇളക്കുവാനും ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുവാനും വയ്യാതെ ആയിപ്പോയി. അങ്ങ് സാമാന്യക്കാരനല്ലെന്നും ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയോട് മനസ്സിലാൻ ചെയ്യുന്നത് വിചാരിക്കുന്നില്ല. എന്നെ ബഹുമാനപൂർവ്വം അയക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങേ അയക്കുകയാണെങ്കിൽ സസന്തോഷം പൊയ്ക്കൊള്ളാമെന്നും പറഞ്ഞു. ആശാൻ ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ വേണമെങ്കിലും അവിടുത്തെ ഇഷ്ടം പോലെ ബഹുമാനിച്ചയക്കുവാൻ ഇവിടെ തയ്യാറാണ്. അവിടുത്തെ ഉപദ്രവിക്കണമെന്ന് ഇവിടെ ആർക്കും വിചാരവുമില്ല. പോകുന്നതിന് എന്തെല്ലാമാണ് വേണ്ടത്? ഗന്ധർവൻ പറഞ്ഞു. അത് ഞാൻ പറയണോ? അങ്ങേക്കറിയാമല്ലോ. അധികമൊന്നും വേണ്ട, സാധാരണ നടപ്പ് പോലെ മതി. ആശാൻ പറഞ്ഞു. ചുരുക്കത്തിലായാലും ഇന്നിനി തരമില്ലല്ലോ, അതിനാൽ ഒരു അവധി നിശ്ചയിച്ചു പറയണം. അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു, പോവുക എന്ന് തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് എനിക്കിനി അധികം താമസിക്കുവാൻ പാടില്ല. നാളെ തന്നെ എന്നെ അയക്കണം. ഗന്ധർവൻ ആശാനും ഒരു വിധത്തിലെത്തി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അവിടെ തന്നെ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പറയുകയും വെള്ളം കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. പിന്നെ സുഖക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ തെക്കത്തളമെല്ലാം അടിച്ചു തളിച്ച് മെഴുകി ശുദ്ധമാക്കുകയും കെട്ടിവിധാനിച്ച് അലങ്കരിക്കുകയും ഒരു പൂജയ്ക്ക് വേണ്ടെന്ന വിധത്തിലാക്കി തീർക്കുകയും ചെയ്തു. ചൂട, സാമ്പ്രാണി, അഷ്ടം, ഗന്ധം, കളഭം, കസ്തൂരി മുതലായവ സുഗന്ധവർഗ്ഗങ്ങളും സൗരഭ്യമുള്ള മാലകളും പനിനീർ മുതലായവയും തയ്യാറാക്കി വെക്കുകയും ചെയ്തു. ഏകദേശം 7:30 നാഴിക രാത്രിയായപ്പോൾ തേവലശ്ശേരി താൻ കുളിച്ച് ശുദ്ധമായി വന്നു. അദ്ദേഹം അവിടെ പത്നം വിട്ട് വിളക്കുവെച്ച് ഗന്ധർവനൊരു പൂജ കഴിച്ചു. പാൽപ്പായസം, അപ്പം, അട, അവിൽ, മലർ, പഴം, ഇളനീർ മുതലായവയിരുന്ന നിവേദ്യ സാധനങ്ങൾ. പൂജ കഴിഞ്ഞ ഉടനെ തലേ ദിവസത്തെ പോലെ ഭസ്മം കൊണ്ട് ഷൾഗോണമായ ഒരു ചക്രം വരച്ച് ഉമയാൾ പാർവതി അമ്മയെ അതിലിരുത്തി. അന്ന് ഭസ്മം ജപിച്ചിടുകയും മറ്റും ചെയ്തില്ല. തേവലശ്ശേരിത്താൻ കുറച്ച് ചന്ദനവും പൂവും കയ്യിലെടുത്ത് ആ പൂജ കഴിച്ച സ്ഥലത്ത് നിന്ന് ഗന്ധർവനെ ആവാർഹിച്ച് ആ സ്ത്രീയുടെ ശിരസിലേക്കിട്ട ഉടനെ അവർ തുള്ളിച്ചാടി തുടങ്ങി. തുള്ളുക എന്നാൽ ഓടുകയും ചാടുകയുമൊന്നുമല്ല. ആദ്യം ദേഹം ആകപ്പാടെ ഒന്ന് വിറയ്ക്കും. പിന്നെ ഒരു പ്രൗഢനായ പുരുഷനെ പോലെ കാലിന്മേൽ കാൽ കയറ്റിയിരുന്ന് സംസാരിച്ചു തുടങ്ങും. അല്ലാതെ വിശേഷണമൊന്നുമില്ല. തുള്ളി തുടങ്ങിയ ഉടനെ കളഭം, പുഷ്പമാല്യങ്ങൾ മുതലായവയെല്ലാം എടുത്ത് തേവലശ്ശേരിത്താൻ ആ സ്ത്രീയുടെ അടുക്കൽ വെച്ചു. ഉടനെ ആ സ്ത്രീ, എന്നെ ഇന്നലെ കെട്ടിയ കെട്ടി ഇതുവരെ അഴിച്ചില്ലല്ലോ, പിന്നെ നിങ്ങളുടെ ഈ സൽക്കാരത്തെ ഞാൻ എങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അത് കേട്ട് താൻ അക്കാര്യം ഞാൻ തീരെ അന്താളിച്ചുപോയി. എൻ്റെ ഈ തെറ്റിനെ അവിടുന്ന് കൃപാപൂർവം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രം ജപിച്ച് ആ ബന്ധം അഴിച്ചു. ഉടനെ സ്ത്രീ ആ കളഭമെടുത്ത് ദേഹത്തിലെല്ലാം പൂശുകയും മാലകളും പൂക്കളുമെല്ലാം എടുത്ത് ചൂടുകയും ചെയ്തു. അപ്പോഴേക്കും തേവലശ്ശേരിത്താൻ കർപ്പൂരം കത്തിക്കുകയും അഷ്ടഗന്ധം മുതലായവ ധൂപിപ്പിക്കുകയും ചെയ്ത് ആ സ്ഥലം സുഗന്ധ സമ്പൂർണമാക്കി തീർത്തു. ഉടനെ ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി, വളരെ സന്തോഷമായി. ഞാനിപ്പോൾ തന്നെ യാത്രയായിരിക്കുന്നു. ഇനി ഒരു കാലത്തും ഈ സ്ത്രീ എന്നല്ല, ഈ ഒരു കുടുംബത്തിലേക്കും ഞാൻ ബാധിക്കില്ല. എന്നാൽ ഇത്രയും കാലം ഞാൻ ഈ സ്ത്രീയുടെ ദേഹത്തെയും ഈ കുടുംബക്കാരെയും ആശ്രയിച്ച് താമസിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇവർക്കൊരു സഹായവും ചെയ്യാതെ ഞാൻ പോകുന്നത് യുക്തമല്ലല്ലോ. അതിനാൽ ഞാൻ സസന്തോഷ സമേതം അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആണ്ടിൽ ഈ മാസത്തിൽ ഈ തീയതിയിൽ തന്നെ ഈ സ്ത്രീ പ്രസവിച്ച ഒരു പുരുഷ സന്താനമുണ്ടാകും. ആ പുരുഷൻ പ്രസിദ്ധനും യോഗ്യനുമായി തീരുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ കുടുംബത്തിൽ കേവലം മൂഢന്മാരും തലമുറ കഴിയുന്നത് വരെയുള്ളവർക്ക് പ്രത്യേകം യോഗ്യതകളും ഉണ്ടായിരിക്കുകയും ചെയ്യും. എൻ്റെ ഈ അനുഗ്രഹത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുകയില്ല. മൂഢന്മാരും അയോഗ്യന്മാരും ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള പ്രത്യേക പൂജ ചെയ്താൽ അതും ആവും എന്ന് പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ ഗന്ധർവൻ ഒഴിഞ്ഞു പോവുകയും ഉമയാൾ പാർവതി അമ്മ സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു. യോഗീശ്വരൻ രാമൻപിള്ള വലിയ മേലെഴുത്ത് പിള്ളയാണെന്ന് അദ്ദേഹത്തിനുണ്ടായ സന്തോഷവും വിസ്മയവും തേവലശ്ശേരി ആശാന്റെ പേരിലുണ്ടായ വിശ്വാസ ബഹുമാനങ്ങളും സീമാതീതങ്ങളായിരുന്നു. ആ മാന്ത്രിക ശ്രേഷ്ഠനെ അദ്ദേഹം സൽക്കര വചനങ്ങൾ കൊണ്ടും പലവിധ സമ്മാനങ്ങൾ കൊണ്ടും മറ്റും സന്തോഷിപ്പിച്ചയച്ചു. ഗന്ധർവൻ പറഞ്ഞതുപോലെ തന്നെ അധികം താമസിയാതെ ഉമയാൾ പാർവതി അമ്മ ഗർഭം ധരിക്കുകയും അടുത്തയാണ്ടിൽ ആ ദിവസം തന്നെ ആ സ്ത്രീ പ്രസവിച്ച ഒരു പുരുഷ പ്രജ ഉണ്ടാവുകയും ചെയ്തു. ഇപ്രകാരം യോഗീശ്വരൻ രാമൻപിള്ളയ്ക്ക്
ഉമയാൾ പാർവതിയിലമ്മയുണ്ടായ ഏകപുത്രനാണ് ബാലരാമൻ പിള്ള സമ്പ്രദപ്പിള്ള എന്ന് പ്രസിദ്ധനായി തീർന്നത്. ബാലരാമൻ പിള്ള ജനിച്ചത് 960 ആണ്ട് കുട്ടമ്പേരൂർ നാലക്കോട്ട് കുടുംബത്തിൽ തന്നെയാണ്. പുത്രനുണ്ടായ ഉടനെ യോഗീശ്വരൻ രാമൻപിള്ള തിരുമനസിനെ അറിയിക്കുന്നതിന് തിരുവനന്തപുരത്തേക്ക് എഴുത്തയച്ചു. അന്ന് നാടുവാണിരുന്നത് 973 ആണ്ട് നാട് നീങ്ങിയ സാക്ഷാൽ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ടായിരുന്നു എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ആ തിരുമനസിലേക്ക് ഈ വലിയ മേലെഴുത്ത് പിള്ളയുടെയും പേരിൽ വളരെ കാരുണ്യവും സന്തോഷവും വിശ്വാസവും ഉണ്ടായിരുന്നു. തിരുമനസിലേക്ക് രാജഭരണ വിഷയത്തിൽ പ്രധാന സഹായികളായിരുന്നിട്ടും ദിവാൻജിയും ഈ വലിയ മേലെഴുത്ത് പിള്ളയുമാണ്. വലിയ മേലെഴുത്ത് പിള്ളയ്ക്ക് പുത്രനുണ്ടായി എന്ന് കേട്ടപ്പോൾ തിരുമനസിലേക്കുണ്ടായ സന്തോഷം എത്രമാണെന്ന് പറയുവാൻ പ്രയാസമാണ്. ഈ കുട്ടിയെ കാണുന്നതിന് തിരുമനസിലേക്ക് വളരെ ധൃതിയായിരിക്കുമെന്നുള്ള വിവരത്തിന് യോഗീശ്വരൻ രാമൻപിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു സ്വകാര്യ കത്ത് കിട്ടുകയാൽ അദ്ദേഹം ഭാര്യയുടെ പ്രസര ഭാഷാദികൾ കഴിഞ്ഞ ഉടനെ പുത്രനെ ഭാര്യാസമേതം വള്ളത്തിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. വലിയ മേലെഴുത്തുപിള്ള ആ കുട്ടിയെടുത്ത് തിരുമുമ്പാകെ കൊണ്ടുചെന്ന സമയം അശ്രിത വത്സലനും കരുണാനിധിയുമായ തിരുമേനി ആ കുട്ടിയെ തൃക്കയിൽ വാങ്ങി തിരുമടിയിൽ വെച്ചുകൊണ്ട്, നാമവും നമ്മുടെ വലിയ മേലെഴുത്ത് പിള്ളി രാമന്മാക്കളാണല്ലോ, അപ്രകാരം തന്നെ വലിയ മേലെഴുത്ത് പിള്ളിയുടെ പുത്രനും നമ്മുടെ അനന്തരവന്റെ പേരുമായിരിക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ട് ആ കുട്ടിക്ക് ബാലരാമൻ എന്ന് കൽപ്പിച്ച് പേര് വിളിച്ചു. അന്നിളയമുറ മാസം വഹിച്ചിരുന്നത് ബാലരാമവർമ്മ മഹാരാജാവായിരുന്നുവല്ലോ. ഈ സംഗതി വിചാരിച്ചാൽ ആ ബാലരാമൻ പിള്ളയോളം ഭാഗ്യമുണ്ടായിട്ട് ആ വംശത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കുലശേഖര പെരുമാളുടെ തിരുമടിയിൽ കറിയായിരിക്കുന്നതിനും അവിടെ ഇരുന്ന് തന്നെ കൽപ്പിച്ച് പേര് വിളിക്കുന്നതിനും മറ്റാർക്കും സംഗതി ഉണ്ടായിട്ടില്ല. 986 ആണ്ട് ബാലരാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് നാട് നീങ്ങിയതിന് ശേഷം യോഗീശ്വരൻ രാമൻപിള്ള പ്രായാധിക്യം നിമിത്തം തിരുവനന്തപുരം വിട്ട് കുട്ടമ്പേരൂർ സ്വഗൃഹത്തിൽ തന്നെ വന്ന് താമസിച്ചു. എങ്കിലും വലിയ മേലെഴുത്ത് ഉദ്യോഗത്തിൽ നിന്ന് അദ്ദേഹം മാറുകയോ അദ്ദേഹത്തെ ആരെങ്കിലും മാറ്റുകയോ ചെയ്തില്ല. ആ ജീവനാന്തം അദ്ദേഹം ആ ഉദ്യോഗത്തിൽ തന്നെയായിരുന്നു ഇരുന്നത്. ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലനാന്തരം രാജ്യം വഹിച്ചിരുന്ന ശ്രീലക്ഷ്മി മഹാരാജ്ഞി, ശ്രീ പാർവതി മഹാരാജ്ഞി എന്നിവർക്കും യോഗീശ്വരൻ രാമൻപിള്ളയുടെ പേരിൽ വളരെ കാരുണ്യമുണ്ടായിരുന്നു. അതിനാൽ ആ മഹാരാജ്ഞിമാർ വലിയ മേലെഴുത്ത് പിള്ളയുടെ ജോലികളെല്ലാം അദ്ദേഹം തൻ്റെ പ്രതിനിധിയായി നിയമിച്ച ആൾക്കാരെ വിളിച്ച് നോക്കുകയും ശമ്പളം മുഴുവൻ മുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. യോഗീശ്വരൻ രാമൻപിള്ള 996 ആണ്ട് ചിങ്ങമാസത്തിൽ 96-ാമത്തെ വയസ്സിൽ യശശരീരനായി ഭവിച്ചു. അദ്ദേഹത്തെ ഇപ്പോഴും ആ കുടുംബക്കാർ അവിടെ വെച്ച് ആചരിച്ചു വരുന്നുണ്ട്. 3. ബാലരാമൻ പിള്ള. ഇദ്ദേഹം ഒരു വലിയ സംസ്കൃത പണ്ഡിതനും കവിയും ജ്യോത്സ്യനും മന്ത്രവാദിയും വൈദ്യനുമായിരുന്നു. ഇദ്ദേഹത്തിന് രായസം, സമ്പ്രതി മുതലായ സർക്കാർ ഉദ്യോഗങ്ങളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് അറിവും ഓർമ്മയുമുള്ളവർ ഇപ്പോഴും പലരുമുള്ളതിനാൽ ആ മഹാനെപ്പറ്റി അധികം വിസ്തരിക്കുന്നില്ല. ബാലരാമൻ പിള്ള ചരമഗതിയെ പ്രാപിച്ചത് 90-ാമത്തെ വയസ്സിൽ 1050 ആണ്ടാണ്. ഇപ്പോൾ നാലേക്കൂട്ട് കുടുംബത്തിലുള്ള ശങ്കരനാരായണൻ പിള്ള അവർക്ക് മേൽപ്പറഞ്ഞ മഹാന്റെ സന്തന പരമ്പരയിൽ ഉൾപ്പെട്ട ആളാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസത്തെ ഇവിടെ സമാപിപ്പിച്ചുകൊള്ളും. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 35 സമാപിച്ചിരിക്കുകയാണ്. ഇനി അധ്യായം 34 കായംകുളം കൊച്ചുണ്ണി.